ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. അപ്പം ഞാൻ ജൂൺ 4-ാം തീയതി രാവിലെ ഒരു 9 മണി സമയമേ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകര പോയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴേ ഒരാൾ എന്നോട് പറയാണ്, നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ പോയി കഴിഞ്ഞാൽ ബക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നെത്തോലിയൊക്കെ വാരി കൊണ്ടുവരാമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ഞാനിപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒരു സീസണിൻ്റെ ഒരു അന്തരീക്ഷമോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു 10% വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സീസണിൻ്റെ ഒരു ടൈം. അപ്പോൾ സീസൺ തുടങ്ങി ഇന്ന് 1 മാസവും 4 ദിവസമായിട്ടുണ്ട്. വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയം തന്നെയാണ്. ഈ കാണുന്നതൊക്കെ തട്ടുമടിക്കാരാണ്. ഈ തട്ടുമടിക്കാർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 1 കുട്ട 2 കുട്ട 3 കുട്ട ഇങ്ങനത്തെ നെത്തോലി മീനുകൾ മാത്രം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണ് വാരി കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ ലൈവായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണം. ആണല്ലോ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 ദിവസമായിട്ട് നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ തമിഴ്നാട് വള്ളവളക്കാരൊക്കെ ഇവിടെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വള്ളങ്ങൾ അടുപ്പിച്ചില്ല. അവർ നേരെ അവരുടെ നാട്ടിലോട്ടാണ് ഓടിപ്പോയത്. അപ്പോൾ ഇനി തിങ്കളാഴ്ചയും കാറ്റുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കുട്ടിച്ചൂര പണിക്കൊന്നും ഒരുപാട് വള്ളക്കാരൊന്നും പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഇന്ന് വെളുപ്പിന് വള്ളക്കാരൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാറ്റുള്ളത് കാരണം അവരൊക്കെ തിരികെയാണ് പോയത്. നമ്മൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വള്ളക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. സാധാരണ ഈ കാറ്റില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വള്ളക്കാരും പണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തെ അന്തരീക്ഷം ഇത് തന്നെയാണ്. അപ്പോൾ അറിയാതെ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്നതൊക്കെ ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ്. കച്ചവടക്കാർക്ക് പോലും മീൻ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. മീനുകളില്ല. പിന്നെ 1-2 വലിയ വിലയൊക്കെ വന്നിട്ടുണ്ട്. പല്ലൻ ചൂര വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെമ്മീൻ ചൂര എന്നൊക്കെ പറയത്തില്ലേ, പല്ലൻ ചൂര, അതൊക്കെ കുറച്ച് വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ വെളിയിലുള്ള തട്ടുമടിക്കാരാണ്. അവർക്കുള്ള ആ നെത്തോലി മീനൊക്കെ കുട്ടയിലോട്ട് വാരിയെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് മീനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതായത് നമുക്ക് താഴെ പോയിട്ട് എന്താണ് അന്തരീക്ഷം എന്ന് ഒന്ന് നോക്കിയിട്ട് വരാമേ. 100, 200, 50, 50, 1150, 50, 50, 200, 250, 50, 300, 300, 300, 300 വിളിക്കുന്നെങ്കിൽ വിളിയടാ. 1300, 300, 350, 50, 50, 1350, 50, 50, 50, 1350, 50, 50 കുട്ടിയുണ്ടോ? 1350 കുട്ടിയുണ്ടോ? 1350. നമ്മൾ ജൂലൈ 4-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ പയ്യന്മാരൊക്കെ പറയാണ്, ചേട്ടാ മീനൊക്കെ വളരെ കുറവെന്നാണ്. എന്ന് ചോദിച്ചു നോക്കടാ, എങ്ങനെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്? നല്ല കുറവാണ്. സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് ഇഷ്ടം പോലെ നെത്തോലി മീനാണെന്നൊക്കെ പറയുന്നു. നെത്തോലി മീനുണ്ടോ? സാധാരണ കഴിഞ്ഞ ആഴ്ചയിലുള്ളതിന്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഇന്ന് നെത്തോലി. നല്ല കുറവെന്നാണ് പറയുന്നത്. ഉള്ള നെത്തോലി മീനിൽ കിടക്കുന്ന മിക്സഡ് ആയിട്ടുള്ള മീനുകളൊക്കെ തിരിഞ്ഞു മാറ്റുന്നുണ്ട്. ഇവർക്ക് ഒരു 2 പെട്ടി നിറയെ നെത്തോലി മീൻ മാത്രമേ ഉള്ളൂ. കാരി എന്ന് പറയുന്ന മീനാണ്. വെള്ളക്ലാത്തിയുണ്ട്, കോന്നൊത്തോലിയുണ്ട്. ഒരു മീനൊക്കെ തെരഞ്ഞു മാറ്റുന്നുണ്ട് കേട്ടോ. ഓരോ മീനിനും ഓരോ റേറ്റുകളാണ്, അതുകൊണ്ടാണ് അവർ തെരഞ്ഞു മാറ്റുന്നത്. കാരമീൻ, കാരയെ കാര മാത്രമേ ഉള്ള ആ വണ്ടി ഓടുന്നില്ല ഇപ്പൊ. എങ്ങനെ ആണോ? നമ്മുടെ പയ്യനാണ് കേട്ടോ, വണ്ടി ഓടിക്കുന്നതാണ്. പക്ഷെ വണ്ടി ആക്സിഡന്റ് ആകാൻ പോയിട്ട് ഇതാ പണിക്ക് പോയിട്ട് വീഡിയോ അടിക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം കാര. എത്ര പേര്? ഒരു 20 ആൾക്കാർ പണിക്ക് പോയി കാണുമോ ഇതിലല്ലേ? തട്ടുമടി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വണ്ടി ആക്സിഡന്റ് എന്ന് പറയുന്നത് കാരയാണ് കേട്ടോ. ഒന്നും കിട്ടാനായിട്ട് ചാൻസ് ഇല്ല, ഈ കാരമീൻ മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ ജൂലൈ 4-ാം തീയതിയുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും. ഏതെങ്കിലും ചാനലിൽ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചാടി കയറി വരാനൊന്നും നിൽക്കണ്ട. ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഞാൻ ആദ്യമേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉള്ളത് കുറച്ച് നെത്തോലി മീനുകൾ മാത്രമാണ്, വളരെ കുറച്ച് മീനുകൾ മാത്രമാണ്.
അപ്പോൾ കാറ്റാണ്. വള്ളങ്ങളൊക്കെ ഒരുപാടൊന്നും പണിക്ക് പോയിട്ടില്ല. കുട്ടിച്ചൂര കാര്യങ്ങൾ കാണാനായിട്ട് ഇന്ന് സാധ്യതയും കുറവാണ്. അപ്പോൾ ഇനി തിങ്കളാഴ്ചയും കാറ്റുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ റിപ്പീറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ഒരു 3 മണിക്ക് മുൻപൊക്കെ എന്തെങ്കിലും അല്ലറ ചില്ലറ മീനൊക്കെ വരാനായിട്ട് സാധ്യത ഉണ്ട്. ഓക്കെ, ഒന്ന് എല്ലാവർക്കും ബൈ ബൈ.